PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ നൽകി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും കൺഫർമേഷൻ നൽകാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ കൺഫർമേഷൻ നൽകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എത്ര പെട്ടെന്ന് ഇപ്പൊ തന്നെ അങ്ങ് പോയി കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, നാളെ മുതൽ ഡേറ്റ് ഉണ്ടായിരിക്കില്ല, ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പൊ എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൺഫർമേഷൻ നൽകുക കേട്ടോ. അപ്പൊ കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ 200 ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ 200 ഡേ കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ 200 ഡേ ചലഞ്ചിൽ ഓൾറെഡി നമ്മൾ 65ഓളം വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിൽ പൊതുവിജ്ഞാനം, അതുപോലെ തന്നെ സയൻസ്, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള ടോപ്പിക് നമ്മൾ ഫിസിക്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മുമ്പോട്ട് എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ആ വീഡിയോസ് ഇല്ലാത്തവര് കണ്ടു നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ തന്നെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തന്നെ മുൻവർഷ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ആ സീരീസ് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിലവിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ 2 വർഷ കാലയളവിൽ 1800 മുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു വർഷം കൂടെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴത്തേന് ഏകദേശം 2000-2100 അടുത്ത റേഞ്ചിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ജില്ലകളിൽ കഴിഞ്ഞ കട്ട് ഓഫ് മാർക്ക്, ഓരോ ജില്ലകളിൽ ലഭിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എത്രയാണ്, കഴിഞ്ഞ ഓരോ ജില്ലകളിൽ എത്രമാത്രം ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് എക്സാം അടക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ആ ഒരുള്ള സമയം ഇങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാം. അതിന് 3 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോവാണ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സിലബസ് എടുത്തു വെച്ച് കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കുക എന്നതാണ്. അപ്പൊ ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് വലിച്ചുവാരി പഠിക്കാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടല്ലാതെ ഓരോ ടോപ്പിക് കുറച്ച് അവിടെ നിന്ന് പഠിച്ചു, കുറച്ച് ഇവിടുന്ന് പഠിച്ചു, അങ്ങനെയല്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്തെടുക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങളുടെ സിലബസ് എടുത്തു വെച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് പഠിക്കുക. അപ്പൊ സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നോടെ കൂടി സിലബസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചരിത്രത്തിൽ 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതന്ത്ര ശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരള ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാ കായിക സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, മാത്സ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിൽ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്കും പൊതുവിജ്ഞാനം എടുത്തു കഴിഞ്ഞു. കേരള ഭരണ സംവിധാനം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഭൗതിക ശാസ്ത്രത്തെ എന്താണ് ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, തോതുകൾ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഏതാ എടുത്തത്, ചലനവും ന്യൂട്ടന്റെ ചലന നിയമങ്ങളും, 1ാം ചലന നിയമം, ആക്കം, പ്രൊജക്റ്റിൽ മോക്ഷം, 3ാം ചലന നിയമം ഉൾപ്പെടുന്ന സന്ദർഭങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അപ്പൊ ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ സിലബസ് 200 ഡേയിലൂടെ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, എന്താ, സിലബസ് അനുസരിച്ച് പഠിക്കാന്നാണ്. അപ്പൊ ഈ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ എവിടെ കിട്ടും? നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ആക്കി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 11 സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക.
ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. 2025 അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ 2024 2023 ജനറൽ PSC നടത്തിയിട്ടുള്ള മുൻവർഷ ചോദ്യപേപ്പറിലാണ് പഠിക്കേണ്ടത്. ജനറൽ PSC എന്ന് പറയുമ്പോൾ 2023 ഏകദേശം PSC 25 ജനറൽ പരീക്ഷകളും 2024-26 ജനറൽ പരീക്ഷകളുമാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു ജനറൽ PSC നടത്തിയിട്ടുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ കളക്ട് ചെയ്തതിനു ശേഷം അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ OMR ഷീറ്റ് വെച്ച് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അതിൽ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാം, ഏതൊരു PSC പരീക്ഷ എടുത്താലും റിപ്പീറ്റഡ് ആണ്, കുറെ ഒത്തിരി ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. അതിനകത്ത് ഈ കറണ്ട് അഫേഴ്സ് ഒഴികെ വരുന്ന മിക്ക ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. കറണ്ട് അഫേഴ്സും കുറെ റിപ്പീറ്റഡ് വരാറുണ്ട്. എന്നിരുന്നാൽ പോലും ബാക്കി എല്ലാ ചോദ്യങ്ങളും റിപ്പീറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഒക്കെ ഇതിന് ഒരേ സിലബസ് തന്നെയാണ്. ജനറൽ PSC പരീക്ഷയ്ക്ക് ഒരു 80% PSC പരീക്ഷയുടെ സിലബസ് എന്താണ്? ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ 2024-23 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോ എവിടെന്നാ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ? ഈ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ സെറ്റ് കൂടി നമ്മൾ നൽകുന്നതായിരിക്കും. അതുകൂടാതെ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് SCRT പാഠപുസ്തകമാണ്. 100 മാർക്കിന്റെ ഒരു PSC പരീക്ഷ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 30, 35, 40 റേഞ്ചിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്ന SCRT ആണ്. പ്രത്യേകിച്ച് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെ 10th ലെവൽ യോഗ്യതയുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത മെയിൻ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? SCRT 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എന്താണ് പാഠപുസ്തകങ്ങളാണ്. അപ്പൊ ഇനി പാഠപുസ്തകം അത്രയും വലിയ പാഠപുസ്തകം പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് 5, 7, 9 ഒക്കെ മാറിയിട്ടുണ്ട് അധ്യയന വർഷത്തില്. അപ്പൊ ഈ മാറിയ പാഠപുസ്തകം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ പഠിച്ചു തീർക്കും എന്ന് വിചാരിക്കും അല്ലെ? അതിനും വഴിയുണ്ട്. സോഷ്യൽ സയൻസിന്റെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉത്തരമായിട്ട് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് ഉൾപ്പെടെയാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ വേണ്ടവരൊക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. 3 ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് മേക്കിംഗിൽ എത്താം. ഫസ്റ്റ് വൺ എന്താണ്? സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കും എടുത്ത് ആ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ അടക്കം പ്രാക്ടീസ് ചെയ്യുക. 2 എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2023-24 വർക്ക്ഔട്ട് ചെയ്യുക. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് SCRT പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റുമോ എന്നായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം അല്ലെ? ഉറപ്പായിട്ടും സാധിക്കും. അപ്പോ എന്താണ് ഇനി വരുന്ന നിങ്ങളുടെ മുമ്പിലുള്ള സമയം കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് SCRT വർക്ക്ഔട്ട് ചെയ്യുന്ന മികച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ടിപ്പുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. കൺഫർമേഷൻ നൽകാത്തവർ എത്രയും വേഗം തന്നെ കൺഫർമേഷൻ നൽകുക. എല്ലാ ദിവസവും നമ്മൾ നൽകുന്ന വീഡിയോസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി വീഡിയോസ് ഒക്കെ ഓരോന്നാക്കി കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ആകുന്നതായിരിക്കും. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.